ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണേ നമ്മളുടെ ഫിഷുകളുടെ ഹോം ടൂർ വീഡിയോ ഇടാനാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെയിൽസ്, പിന്നെ നമ്മുടെ പേഴ്സണൽ കളക്ഷൻ, ഇത് രണ്ടും കേട്ടോ നമ്മളിത് കാണിക്കാൻ പോകണം. നമ്മൾ വീഡിയോ ഇട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞേച്ചായിരുന്നു കാണിക്കുന്നു, പക്ഷേ ഇതുവരെയായിട്ട് പറ്റിയില്ല. നമ്മൾ ഷോർട്സ് ഇട്ട് അത്യാവശ്യം ഒന്ന് റീച്ച് കിട്ടണ വരെ നമ്മൾ ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ നേരത്തെ. അപ്പോൾ അതിന് നമുക്ക് വീഡിയോയിലിട്ട് പോയാലേ. നമുക്ക് തുടക്കം തന്നെ ഇവിടെ നിന്ന് കയറാം കേട്ടോ. ഇതാണ്ടോ നമ്മുടെ സ്ഥലം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് വെച്ചേക്കുന്നത്. കാണിച്ചിട്ടെ, ലൈറ്റ്സ് ഇരട്ടെ, ലൈറ്റ്സ് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം സെറ്റപ്പ്. അപ്പം ഇതിൻ്റെ ഈ കാണുന്നതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഇത് ചെയ്യാനുണ്ട്. അത് നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ പൈസ ഇല്ലാത്തോട്ട്, കാശില്ലാത്തോട്ട് നമ്മൾ നേരെ ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതേ മൊത്തം സെറ്റപ്പ് ഒന്ന് കണ്ടോട്ടെ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ ഇതിൽ നമ്മുടെ പേഴ്സണൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിലും ആയിട്ടുള്ളത്. ഫ്യൂമാർ നമ്മൾ അങ്ങനെ സെയിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടെണ്ണം സെയിൽ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം കൊടുക്കണം കേട്ടോ. ഇവന്മാരെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീലോട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ ടൈഗർ ഷെവൽനോസ് കാറ്റ് ഫിഷ്. ഇവനിപ്പോൾ ഒരു ഏകദേശം 5.5 അടി ഉണ്ടാവും കേട്ടോ. അയ്യോ, 5.5 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അടിയല്ല കേട്ടോ, സോറി, ഇഞ്ചാണ്. അപ്പോൾ ഇവനെ നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എങ്ങനെ വന്നാലും ഒരു 4-4.5 മാസമായി കാണും കേട്ടോ. ഇവന്മാർ 4.5 മാസം കൊണ്ടുള്ള വളർച്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയേക്കണ വീഡിയോ ഇവൻ്റെ കേട്ടോ. ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്സ് എടുത്ത് നോക്കിയാലേ മനസ്സിലാവേ. അപ്പോൾ ഇവൻ ആളൊരു കിടില ഐറ്റം കേട്ടോ. ശരിക്കും നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. സൂം ചെയ്ത് നോക്കാം കേട്ടോ. ഇവരെ നമ്മൾ വിൽക്കാൻ വെച്ചേക്കണല്ല കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള മാസ്റ്റർ പീസ് ഐറ്റം കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ ഗൂഞ്ച് കാറ്റ് ഫിഷ്. ഇവന്മാർ നമ്മുടെ ഇന്ത്യൻ മോൺസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാറ്റ് ഫിഷാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഇത് കാണണമെന്നുണ്ടെങ്കിൽ വേണ്ട പാറ്റേൺസ് ഒക്കെ നോക്കി എന്താ ഇത് തവളുടെ കണ്ണു പോലെ ഉണ്ടല്ലോ ഇവിടെ. സീൽ ഏത് പറവർത്തട്ടാ, പറവർത്തട്ടാ, തവളെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ടില്ല. പിന്നെ അടുത്തവൻ ഇത് നമ്മുടെ എൻലിച്ചേരിയാണ് കേട്ടോ. സെനഗൽ വിഭാഗത്തിൽ പെടുന്ന നമ്മുടെ എൻലിച്ചേരി സെനഗൽ ആണ്. ഇവന്മാരെ വേണം നമ്മൾ സെയിൽ ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ ടൈഗർ ഷെവൽനോസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. വേറെ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഇവിടുന്ന് ബ്രീഡ് ഇറങ്ങിയല്ല, പുറത്ത് നമ്മൾ മേടിച്ചതാണ്. വേണ്ട ശരിക്കാണ്ട്. ഇതിപ്പോൾ ഒരു ഏകദേശം 4 ഇഞ്ചായിട്ടുണ്ടാവും. 4 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് കാണും. പിന്നെ അതിലും വലുത് കുറച്ചുകൂടി സൈസ് ഉള്ളതാണ് കേട്ടോ. കണ്ട നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമെന്ന് അറിയില്ല കറക്റ്റായിട്ട്. ഇതും നമ്മുടെ ടൈഗർ ഷെവൽനോസ് കാറ്റ് ഫിഷ് തന്നെയാണ്. ആശാനിപ്പോൾ ഒരു 5 ഇഞ്ച് എന്തായാലും കാണാം. 5 ഇഞ്ച് എന്തായാലും കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രീൻ സെനഗൽ. പിന്നെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കളക്ഷനാണ്. ഇതൊന്നും നമ്മൾ ഒട്ടും കൊടുക്കാനേ താല്പര്യമില്ലാത്ത ഐറ്റങ്ങളാണ് കേട്ടോ. നല്ല തിക്ക് ബോഡിയാണ് ശരിക്കും. ഇത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ളവനാണ് കേട്ടോ ഇവൻ. അങ്ങനെ ഇങ്ങനെയൊന്നും മോർട്ടാലിറ്റി സംഭവിക്കൂല്ലോ ഇവന്മാർക്ക്. നല്ല അണ്ടവളത്തിനാലും കിടന്നോളൂ കേട്ടോ. ശരിക്കും ഒന്ന് കാണിച്ചത് കേട്ടോ. പിന്നെ പിന്നെ പറയണ്ടല്ലോ, ഭംഗി കൊണ്ട് ഇവനാളൊരു അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കൂഞ്ചാണ് ഇപ്പോൾ ഈ കാണുന്നത് ഉണ്ടല്ലോ. ഇവനിപ്പോൾ ഒരു ഏകദേശം 5 ഇഞ്ചിനടുത്ത് കാണും കേട്ടോ. മറ്റേവന്മാർ അതിന് പുറകിലേക്ക് കണ്ട അവന്മാരധികം ഇല്ല കേട്ടോ. അവന്മാർ കുറച്ചേ ഉള്ളൂ, ഒരു 4 ഇഞ്ച് കഷ്ടി ഉണ്ടാവുള്ളൂ. നമുക്ക് 3 കൂഞ്ചുണ്ട് കേട്ടോ. അതിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, പക്ഷെ വലുതിന് നമ്മൾ എന്തായാലും കൊടുക്കില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ കളക്ഷനാണ് കേട്ടോ. ഇതേണ്ടേ നോക്കി. ഇവനാണ് നമ്മുടെ റെഡ് ടെയിൽ കാറ്റ് ഫിഷ്. ഇതിനെയും കൊണ്ടുവന്നിട്ടൊരു 4-5 മാസമായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇതിൻ്റെ വലിപ്പം നോക്കി. ഇവൻ്റെയും ഈ കാണുന്നവൻ്റെയും പിന്നെ ഇവൻ്റെ വലിപ്പം നിങ്ങൾക്ക് കണ്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് ഇവന്മാരുടെ ഒരു പ്രത്യേകത. പൊട്ടപ്പൊട്ടയെന്ന ഇതാണ്. അതൊന്നും വിളിച്ചു നോക്കട്ടെ. വന്നു
കണ്ടാ ഇവന്മാരാൾ ഇത്തിരി സീനാണ്. കണ്ടാ 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 ഒരു പ്രഡേറ്ററാണ്. അപ്പം ഇതുങ്ങളെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2 ഉണ്ട് ശരിക്കും, ഒരെണ്ണം അതിൻ്റെ അപ്പുറത്താണ്. അത് മേളിൽ കൂടി കാണുമെന്ന് അറിയില്ല. അതെ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഇടയിൽ കയറി കിടക്കാൻ നോക്കട്ടെ. ഓക്സിജൻ ഓഫ് ചെയ്ത് കിട്ടാൻ നോക്കട്ടെ. അതെ ഏട്ടാ എൻ്റെ ഡെയിലി ഒരുത്തൻ കയറി വിളിച്ചിരിക്കണണ്ട. കണ്ടാ 2 ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു മരക്ക് ഓക്സിജൻ വേണമെന്നില്ല ശരിക്കും, പക്ഷെ നല്ല വേസ്റ്റ് പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്. അതെ ഇത് നമ്മൾ ഫിഷ് ഏറ്റിരിപ്പായിട്ട് ഇപ്പോൾ എടുത്ത മീനാണ് കേട്ടോ. നല്ല ബ്രോൺസ് ഫെദർ ബാക്ക് നൈഫ് ഫിഷാണ് കേട്ടാ. ഇവന്മാരും അവിടെ അടിപൊളിയാണ്. വലിയ ഞാൻ ആദ്യമൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഒരു 4-5 ദിവസത്തേക്ക് ഫുഡ് പോലും തൊട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവന്മാരും ഓക്കെ കേട്ടോ. അപ്പോൾ ഇനി കാണിക്കാൻ പോകണം കേട്ടോ. അത് നമ്മൾ നമ്മുടെ സെയിലിൻ്റെ ഐറ്റംസ് ആയിട്ട് നമ്മളിപ്പോൾ കാണിക്കാൻ പോകണം. കേട്ടാ അതൊക്കെ നമ്മൾ റെക്ടൈൽ കാറ്റ് ഫിഷുകളാണ്. വേണ്ടേ ഒരുത്തരോട് അറ്റത്തിരിക്കണ്ട. അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് കാണിച്ചു തരാവേ. ഇനി കേട്ടാ നല്ല തടിയൻ ഒറ്റ ഫിഷാണ് കേട്ടോ. എന്താ ആരോഗ്യം നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അല്ലാത്ത ഇങ്ങനെ വയ്യാത്തവന്മാരും കുറച്ച് ടീംസൊക്കെ കിട്ടുമല്ലോ നമുക്ക് അക്വറിയം കടകളിൽ കിട്ടണം. അങ്ങനത്തെ ഐറ്റങ്ങളല്ല കേട്ടോ. ഇത് നല്ല ആരോഗ്യമുള്ളവന്മാരാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ആശാപ്പാർ. ഇത് കാണിച്ചു തരാമെന്നുണ്ട്. പിന്നെ ഈ അറ്റത്ത് വരുത്തുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. പിന്നെ എന്താ വേണ്ട കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഇത് മനസ്സിലാവും, ക്വാളിറ്റി മനസ്സിലാവും. കേട്ടോ നല്ല ബൾക്കായിട്ടിരിക്കുന്ന എടുക്കാനുണ്ട്. മരം നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാനാണ്. ഒന്ന് സൈസാക്കി കണ്ടിട്ട് മരം നമ്മൾ വിൽക്കോട്ടെ. വെറുതെ ആ നിഴലിൽ കൂടി കാണുന്നുണ്ടോ? ഓക്കെ മരം നല്ല സൈസാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ട് വെച്ചാൽ ഒരു 8 പീസായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 8 പീസായിട്ടാണ് മേടിച്ചിട്ട് വെച്ചാൽ. പക്ഷേ ഇതിൽ ഓക്സിജൻ്റെ കുറവുള്ളത് കൊണ്ട് ഉമ്മാര് അതിൽ 4 തട്ടിപ്പോയി. അതായത് ഫുഡൊന്നും കഴിക്കാണ്ട് ഒരുമാതിരി ഭയങ്കര വൈറ്റ് കളറായിട്ട് തട്ടിപ്പോയായിരുന്നു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഉമ്മാരുണ്ട് ഇപ്പോൾ നല്ല സൈസായിട്ട്. ഓക്സിജൻ കൊടുത്തപ്പോൾ കണ്ട ഓക്സിജൻ കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും. ഈ സ്പോഞ്ച് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് വേസ്റ്റ് വലിച്ചെടുക്കുകയും ചെയ്യും. മീനുകൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് ഓക്സിജൻ്റെ ഗുണം. അപ്പോൾ ഇതിനകത്ത് ഇട്ടപ്പോഴത്തേക്കാണ് പണി കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സൺ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ വിൽക്കാൻ വേണ്ടി ഇട്ടേക്കണം നിലവിൽ തന്നെ. അതായത് സ്ഥലക്കുറവ് കണ്ട. പക്ഷേ ശരിക്കും ഇങ്ങനെ പോരാ, ഇത്രയും സ്ഥലം പോരാ, നന്നായിട്ട് നീന്തല സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മുടെ ടൈഗർ ഷെമലോസിന് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിപ്പമുള്ള സൈസാണ് കേട്ടോ. കേട്ടാ ഇവന്മാരെ ട്രൂ കളറാണെങ്കിൽ ഇങ്ങനെ ലൈറ്റ് പോലത്തെ ടാങ്കുകളിൽ മേടിച്ചിട്ടായിരുന്നു നല്ല റേറ്റ് ഉണ്ട്. ആശാൻ അങ്ങനെ പേടി അധികമില്ല കേട്ടോ. അത് തൊട്ട് കാണിച്ചുതരാം കേട്ടോ. അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ആക്റ്റീവാണ് ഐറ്റം. ഇപ്പോൾ ഇവന്മാരെ നമ്മൾ വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു 3,500 കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് നിന്ന് ആരെങ്കിലൊക്കെ ഇട്ടേക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതൊരു ലൈഫ് ഫുഡായിട്ട് ഇട്ടെടുത്ത് കണ്ട നമ്മുടെ ഗൗരാമയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കോരി പിടിച്ചപ്പോൾ കിട്ടിയ ഗൗരാമയാണ് കേട്ടോ. അതിലാണ് നമ്മൾ കൊടുത്തേക്കണം. നല്ല നല്ല ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ഫിഷാണ്. പിന്നെ അടുത്തവരെ കാണിച്ചു തരാം. അടുത്തവരെ കാണുമെന്ന് അറിയില്ല കേട്ടോ. ആ അറ്റത്തോട്ട് നോക്കി അലിഗേറ്റർ കാറാണ് കേട്ടോ. അപ്പോൾ ആശാനൊരു 2 അടിക്ക് മേലോട്ട് എന്തായാലും കൺഫേം ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിൽക്കാൻ കാരണം വിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആശാൻ കേട്ടാ നോക്കിയേ ടാങ്ക് നോക്കിയേ അതിലിവൻ കിടക്കണം. ഇവിടെ നിന്ന് ഇവിടെ വരെ ഇട്ട സാധനം അതിന് വട്ടത്തേക്ക് കിടന്ന് കറങ്ങാനാണ് നമുക്കൊരു സങ്കടമുള്ളൂ. പിന്നെ നമ്മളിതിനെ അപ്പോൾ കൊടുക്കാമെന്ന് കരുതി. കണ്ട ശരിക്കും കാണുമല്ലോ കേട്ടോ നിങ്ങൾക്കിത്. ഞാൻ ഒരു ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഏകദേശം കാണാമെന്ന് തോന്നുന്നു. കണ്ട ഇതാണ് ഐറ്റം നമ്മുടെ അലിഗേറ്റർ കാറ്. 2 അടിക്ക് മേലോട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. കൺഫേം 2 അടിക്ക് മേലോട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കണം 3 രൂപക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ വിൽക്കാൻ ആയിട്ട് ഇട്ടേക്കണത് നമ്മൾ 2 ഐറ്റങ്ങളാണ് കേട്ടോ. അതിലൊന്നാണ് നമ്മുടെ വലിയ ടൈഗർ സെവനോസ് കാറ്റ്ഫിഷും പിന്നെ നമ്മളുടെ അലിഗേറ്റർ കാർ. നിങ്ങൾക്ക് കാണണ്ടാന്ന് അറിയില്ല, ഈ സൈഡിൽ തേണ്ട, ഈ സൈഡിലല്ല, ഈ സൈഡ് അവിടെ കാണണ്ടാന്ന് അറിയില്ല കേട്ടോ.
അപ്പോൾ ഇവന്മാരായിട്ട് നമ്മൾ കേട്ടാണ്. അലിഗേറ്ററിന് 3 രൂപയും പിന്നെ നമ്മുടെ ടൈഗർ ഷെവല്ലോസിന് 3,500 കണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നത് കേട്ടോ. അതായത് നമ്മുടെ പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഒന്നല്ലേ തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച ശനിയാഴ്ച വല്ലതും നമ്മൾ പോയി എടുക്കുന്നതായിരിക്കും കേട്ടോ. വരുന്ന ഐറ്റംസ് പൊലിവാഹയും പിന്നെ കുറച്ച് റെറ്റെയിൽ കാറ്റ്ഫിഷ്, കുറച്ച് പീകോക്ക് ബാസുകൾ, വേറൊരു ഐറ്റം ഉണ്ട് ഓസ്കാർ കൊണ്ടുവന്നാലോ എന്ന ഒരു ആലോചന ഉണ്ട്. അതുകൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.